ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കാണുന്നത് പോലെ ബാറ്റിൽ ഓഫ് ലോങ്ങേവാല ഔട്ട് പോസ്റ്റ് രാജസ്ഥാനിലുള്ള ജയ്സൽമീറിനടുത്തുള്ള ഒരു ബോർഡർ ഔട്ട് പോസ്റ്റാണ് ഇന്ത്യയുടെ. ഒരുപാട് വേൾഡ് ഫേമസ് ആയ ഒരു BOP ആണ്. രാജസ്ഥാൻ ടൂറിന് പോകുന്നവരൊക്കെ മസ്റ്റായിട്ടും തീർച്ചയായിട്ടും പോയി കാണേണ്ട it is as good as a tourist place nowadays. But the history, there was a fierce battle between a mass Pakistan army attack, well defended by 120 odd men of the brave Indian Army and BSF. നമുക്ക് നോക്കാം, ഇതിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം. ഒരുപാട് കേസ് സ്റ്റഡിയൊക്കെ ഇതിനെപ്പറ്റി നടന്നിട്ടുള്ള ഒരു സംഭവമാണിത്. വേൾഡ് ലെവലിലുള്ള ഒരുപാട് ആളുകൾ, അതായത് വാർ എക്സ്പെർട്സൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോയ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഒരു 120 പേരുള്ള ഒരു ചെറിയൊരു ഡിഫൻസ്, ഒരു BOP 2000 മുതൽ 3000 വരെ വരുന്ന ഒരു സേനയെ എങ്ങനെ ഒരു രാത്രി മുഴുവൻ ഹോൾഡ് ചെയ്തു. അത് ഇറ്റ് ഈസ് വെരി റിയലി അഡ്മയറിങ് തിങ്. എ ബിഗ് സല്യൂട്ട് ടു Major Kuldeep Singh Chandpuri and his team of officers and Jawan. So let us see. The Battle of Longewala was one of the first major engagements in the western sector during the India-Pakistan War of 1971. 1971 വാർ മുക്തിവാഹിനിയും ഇന്ത്യൻ ആർമിയും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ബംഗ്ലാദേശിന് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു വാറാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. അത് ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലാണ് മാക്സിമം അത് ഫോട്ട് ചെയ്തത്. ബട്ട് വെസ്റ്റേൺ സെക്ടറിലും സൈമൾട്ടേനിയസ്ലി ദി പാകിസ്ഥാൻ ആർമി ട്രൈഡ് എ മിസ്അഡ്വാൻറ്റേജ് ടു അറ്റാക്ക് ദി ഇന്ത്യൻ ഔട്ട് പോസ്റ്റ്. സോ ദിസ് ഈസ് ദി സ്റ്റോറി ഓഫ് ബാറ്റിൽ ഓഫ് ലോങ്ങേവാല. ഇതിൻ്റെ ഫിലിമും ഇറങ്ങിയിട്ടുണ്ട്, ബോർഡർ എന്ന് പറഞ്ഞിട്ട്. ബട്ട് റിയൽ ഹീറോസ് വേറെ, റിയൽ ഹീറോസ് വേറെ. നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാം. ഓക്കെ, സോ ദി ബാറ്റിൽ വാസ് ഫോട്ട് ബിറ്റ്വീൻ 120 ഇന്ത്യൻ സോൾജേഴ്സ് അക്കമ്പനീഡ് ബൈ 4 ഹോക്കർ ഹണ്ടർ പ്ലെയിൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, 3 ഹോൾമാർട്ട് മാരുത് ഫൈറ്റർ ബോംബേഴ്സ് and 3,000 Pakistani soldiers accompanied by 40 tanks. 40 ടാങ്കോട് കൂടി വന്ന 2000 നിന്നും 3000 ഇടയിലുള്ള ഒരു സൈന്യത്തിനെയാണ് ഈ 120 പേഴ്സൺസ് ഡിഫെൻഡ് ചെയ്തത്, പോസ്റ്റ് ഹോൾഡ് ചെയ്തത്. അതിലൊരു പ്രത്യേകത കൊണ്ടുണ്ട്. രാത്രി അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മളെ ഈ ഹോക്കേഴ്സ് ഹണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. ആ മോർണിംഗ് വരെ അവർ വെയിറ്റ് ചെയ്യായിരുന്നു. ദേ വർ കീപ്പ് ഓൺ വെയിറ്റിംഗ്. അവർക്കറിയാമായിരുന്നു ഇന്ത്യയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. ഏർലി മോർണിംഗ് വന്നിട്ടാണ് അവർ ഫിനിഷ് ചെയ്തത്. ഓക്കെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബാറ്റിൽസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ ആർമി ആൻഡ് എ മിലിറ്ററി വിക്ടറി അഗൻസ്റ്റ് ഓൾ ദി ഓഡ്സ്. ഇതിലെ കമാൻഡേഴ്സ് ആൻഡ് ലീഡേഴ്സിനെ നോക്കാം. ഇന്ത്യയുടെ മെയിനായിട്ടുണ്ടായിരുന്നത് ഈ ആർമി യൂണിറ്റിൻ്റെ കമ്പനി കമാൻഡറായിട്ട്, ആ പോസ്റ്റ് കമാൻഡറായിരുന്ന മേജർ KS ചാന്ദ്പുരി, കുൽദീപ് സിംഗ് ചാന്ദ്പുരി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ 2 വർഷം മുമ്പ് അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഐ സല്യൂട്ടഡ് ദി ഐഡൽ ഓഫ് ദാറ്റ് ഗ്രേറ്റ് സോൾജിയർ. ദെൻ വിംഗ് കമാൻഡർ DM കോൺകസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ 122 സ്ക്വാഡ്രനെ നയിച്ച ഒരു ഫൈറ്റർ പൈലറ്റാണ്. മേജർ ആത്മാ സിംഗിൻ്റെയും അവിടെ നല്ല ഒരു എന്താ വെച്ചാൽ
ബോർഡർ പില്ലേഴ്സിലൊക്കെ പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നീക്കങ്ങളും ടൈം ടു ടൈം കോർഡിനേഷനും എല്ലാം വളരെ വളരെ നല്ല രീതിയിൽ സൂപ്പർ ബാറ്റിലായിരുന്നത്. യൂണിറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻവോൾവ്ഡ് 12th ഇൻഫൻട്രി ഡിവിഷൻ്റെ ആൽഫ കമ്പനി, അതായത് 23 ബറ്റാലിയൻ പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ, പിന്നെ 14 BSF ബറ്റാലിയൻ 14 ബറ്റാലിയൻ BSFൻ്റെ, ദാറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ദി 23 പഞ്ചാബ്. IAFൻ്റെ 122 സ്ക്വാഡ്രൺ. ഈ ആർമി എയർഫോഴ്സ് ഓഫീസേഴ്സിൻ്റെ കൂടെ ധീരമായിട്ട് പോരാടിയത് BSFൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ബൈരോൺ സിംഗ്. സല്യൂട്ട് ടു ദി ബൈരോൺ സിംഗ് സാർ. പാകിസ്ഥാൻ്റെ വന്നിട്ട് മേജർ ജനറൽ BM മുസ്തഫ, ബ്രിഗേഡിയർ താരിഖ് മീർ, ബ്രിഗേഡിയർ ജഹാൻ സേബ് അബാബ്, ലഫ്റ്റനൻറ്റ് കേണൽ അക്രം ഹുസൈൻ, ലഫ്റ്റനൻറ്റ് കേണൽ ജാക്കിർ ആലം ഖാൻ, ഇവരായിരുന്നു പാകിസ്ഥാൻ്റെ. ഇത് ഹിസ്റ്ററിയിൽ വന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഈ പിന്നെ ദയനീയ പരാജയത്തിന് ശേഷം അവിടുത്തെ കോർട്ട് മാർഷലൊക്കെ നടന്ന് അവരുടെ ഒരുപാട് ഓഫീസേഴ്സിനെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദി ടാക്ടിക്കൽ ഫെയിലിയർ. ഇത്രയും ഡോമിനേറ്റഡ് ആർമി ഉണ്ടായിട്ട് പോലും ഒരു 120 പേരുടെ മുമ്പിൽ അത് തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് സർമനാക്ക് വാറ. ഓക്കെ, കംപ്ലീറ്റ്ലി ഷെയിംഫുൾ. പാകിസ്ഥാനിലെ യൂണിറ്റ്സ് ഇൻവോൾവ് ആയത് 18th ഇൻഫൻട്രി ഡിവിഷൻ, 206 ബ്രിഗേഡ്, 51 ബ്രിഗേഡ്, 22 കാവലറി, T-59 ടാങ്ക്സുമായിട്ടാണ് അവർ വന്നത്. T-59 എന്ന നല്ല ഒരു മികവുറ്റൊരു ടാങ്കാണ് അന്നത്തെ കാലത്തെ. 38 കാവലറി ഷെയർമാൻ ടാങ്ക്സുമായിട്ടാണ് അവർ വന്നത്. ഫീൽഡ് റെജിമെൻറ്റ്സ് 25 PDR, 120 mm മോട്ടാർ ബാറ്ററി, 130 mm മീഡിയം ബാറ്ററി, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഇതിങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു. അവരുടെ പാകിസ്ഥാൻ പ്രസിഡൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു. യു ടേക്ക് സം പ്ലേസ്, ടെറിട്ടറി, യു ഇൻവേഡ് സം ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഏതർ ഇറ്റ് ഈസ് ഇൻ ദി ഈസ്റ്റേൺ തിയേറ്റർ ഓർ ഇൻ ദി വെസ്റ്റേൺ തിയേറ്റർ. എവിടെയെങ്കിലും കുറച്ച് ഭൂമി നമ്മൾ പിടിച്ചെടുക്കണം. ബാർഗൈനിങ്ങിൻ്റെ ഒരു ബാർഗൈനിങ് ടൂളായിട്ട് നെഗോഷിയേഷൻ ടേബിളിൽ നമുക്കത് യൂസ് ചെയ്യാമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഐഡിയ. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ ദേ വർ ലൂസിങ് ടെറിബിളി. ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇന്ത്യൻ ആർമിയുടെയും BSFൻ്റെയും ഈ മുക്തിവാഹിനിയുടെയും എല്ലാം കൂടെ അറ്റാക്ക് കാരണം അവർക്ക് അറിയാമായിരുന്നു വി ആർ നോട്ട് ഗോയിങ് ടു ബി ഹിയർ ഫോർ ലോങ് ടൈം. അപ്പോൾ അവരത് മനസ്സിലായി അവിടെ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഈസ്റ്റ് പാകിസ്ഥാനിലായിരിക്കും ഇന്ത്യയുടെ ത്രസ്റ്റ് ഫുള്ളായിട്ട്. അപ്പോൾ വെസ്റ്റേൺ ബോർഡർ ചിലപ്പോൾ തുറന്ന് ഇടാൻ ചാൻസ് ഉണ്ട്, ചെറുതായിട്ടുണ്ടെങ്കിലും നമുക്ക് അവരെ അടിച്ച് വീഴ്ത്തിയിട്ട് വരാമെന്ന്. നമ്മളൊരു ഒരു പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരുന്നതിൽ ഒരുത്തന്നെ നമ്മൾ പിടിച്ചിരുന്നു. അവൻ കിടന്ന് കരയുന്നുണ്ട്, ആ ഫിലിമിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പിടിച്ചിരുന്ന ഒരാൾ പറഞ്ഞത് അവരെ മേജർ ജനറൽ മുസ്തഫയുടെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ? രാത്രി 4th December 1971 രാത്രി അറ്റാക്ക് ചെയ്തിട്ട് ദേ വിൽ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ജയ്സൽമീർ ആൻഡ് ഫർദർ ദേ വിൽ ഹാവ് ലഞ്ച് അറ്റ് ജോധ്പൂർ ആൻഡ് ഓഫ് കോഴ്സ് ദേ വിൽ ഹാവ് ദി ഡിന്നർ അറ്റ് ന്യൂഡൽഹി. ഇതായിരുന്നു അവരുടെ സ്വപ്നം. പക്ഷേ ജയ്സൽമീർ വരെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ BOP ലോങ്ങേവാല ക്രോസ് ചെയ്യണ്ടേ? അതിന് നമ്മളുടെ ചുണക്കുട്ടികൾ അവിടെ കാവലല്ലേ, അവർ പോസ്റ്റ് വിടുമോ? അവസാന ആൾ മരിച്ച് വീഴുന്നത് വരെ ദേ വിൽ ഹോൾഡ് ദി പോസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഈ അറ്റാക്കിൻ്റെ ഒരു പ്ലാനിങ് നടത്തുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി. അവരുടെ ഫസ്റ്റ് ബസ്റ്റ് തന്നെ ഉണ്ടല്ലോ, BSFൻ്റെ 10 camel കണ്ടിജൻ്റ് ഉണ്ടായിരുന്നു, 10 camels ഉണ്ടായിരുന്നു അവർ അവിടെ. ഓഫ് കോഴ്സ് ഡെസർട്ടിൽ നിന്ന് ക്യാമൽസാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്. ആ 10 എണ്ണത്തിൽ 5 എണ്ണം ഫസ്റ്റ് ബ്രസ്റ്റ് തന്നെ മരിച്ചു വീണു. അതോടുകൂടി നമ്മുടെ BSFൻ്റെ ഡെറ്റ് ആകെ പരിഭ്രാന്തരായി. എന്ത് ചെയ്യണം എന്നിട്ട്, കാരണം ഈ ക്യാമൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇല്ല, അവരൊന്നും ഹൈഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. എയർഫോഴ്സാണ് വരുന്നില്ല, ഒരു റീഎൻഫോഴ്സും വരുന്നില്ല, രാവിലെ വരെ ആരും പ്രതീക്ഷിച്ചില്ല, നിങ്ങളതിനെ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫിയേഴ്സ് ബാറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ വ്യൂ ദി ബോർഡർ സണ്ണി ഡിയോൾ, ജാക്കി ഷ്രോഫ് ഒക്കെ അഭിനയിച്ച ആ പടം തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഒരു ഐഡിയ കിട്ടും.
ഓക്കെ. അപ്പോൾ അത് ആ ഫിലിമിൽ ഒരുവിധം നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ത്യൻ ഡിഫൻസീവ് പ്ലാനിങ് എങ്ങനെയായിരുന്നു നോക്കാം. ഓൺ ദി ഇന്ത്യൻ സൈഡ്, ദി പോസ്റ്റ് വാസ് ഹെൽഡ് ബൈ ആൽഫ കമ്പനി ഓഫ് 23 ബറ്റാലിയൻ പഞ്ചാബ് റെജിമെൻറ്റിൻ്റെ 23 ബറ്റാലിയൻ്റെ ആൽഫ കമ്പനിയായിരുന്നു, ലെഡ് ബൈ മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരി. The defences occupying a high sand dune which dominated the area that was largely intractable to vehicles. ഒരു ഹൈ സാൻഡ് ഡ്യൂൺസിലായിരുന്നു ഇത്. ഞാൻ ആ സ്ഥലം കണ്ടതാണ്. അതിങ്ങനെ ഉയർന്നിങ്ങനെ കിടക്കുന്നൊരു സാൻഡ് ഡ്യൂൺസ് ആണെങ്കിലും കുറച്ചൊരു പക്ക ഗ്രൗണ്ടാണത്. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ BOP ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നല്ല വ്യൂ ആയിരുന്നു പാകിസ്ഥാൻ്റെ. അതൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ദി പോസ്റ്റ് വാസ് സറൗണ്ടഡ് ബൈ എ ബാർബ്ഡ് വയർ ഫെൻസ് ഇട്ടിട്ടാണ് നമ്മളത് സറൗണ്ട് ചെയ്യുന്നത്. ബാർബ്ഡ് വയർ ഓഫ് 3 strands. ദി റെസ്റ്റ് ഓഫ് ദി ബറ്റാലിയൻ വാസ് ലൊക്കേറ്റഡ് അറ്റ് സാദേവാല 17 kilometers ടു ദി നോർത്ത് ഈസ്റ്റ്. ഇവരുടെ ബാക്കി ബറ്റാലിയൻ്റെ ആളുകൾ നഫ്രി എല്ലാവരും ഉണ്ടായിരുന്നത്, കാരണം BOPയിൽ ഫുൾ നഫ്രി ഒരിക്കലും ഉണ്ടാവില്ല. ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ, അതായത് സാദേവാല എന്നുള്ള സ്ഥലത്ത്, അത് നിയർ ടു ദാറ്റ് പ്ലേസ് 17 kilometers. അപ്പോൾ ഈ 17 kilometers എന്ന് പറഞ്ഞാൽ ഈ സാൻഡ് ഡ്യൂൺസിലൂടെ യാത്ര, അന്നത്തെ അത്ര നല്ല റോഡ് സൗകര്യം, ഇന്നാണെങ്കിൽ നല്ല ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ. അന്നത്തെ യാത്രയൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും, ട്രാൻസ്പോർട്ട് കുറവായിരിക്കും. പിന്നെ ഈ വി ഓൾ ആർ വെരി ഹെവിലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ക്യാമൽ മൗണ്ടായിട്ടുള്ള സോൾജേഴ്സാണ്. അതാണ് BSFകാരാണ് അതിൽ എക്സ്പെർട്ട്. ആർമിക്കാർ അത്ര എക്സ്പെർട്ട് അല്ല ക്യാമലിൽ. അവർ ഇൻഫൻട്രി കമൻട്രി വാസ് റീഎൻഫോഴ്സ്ഡ് ബൈ എ സെക്ഷൻ ഓഫ് ഈച്ച് മീഡിയം മെഷീൻ ഗൺസ്. MMG ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് L16 81 mm മോട്ടാർസ്. L16 ഇതിൻ്റെ പേരാണ്. ആൻഡ് 1 ജോങ്ക വെഹിക്കിൾ, ജീപ്പിൻ്റെ ജോങ്ക നിങ്ങൾക്ക് അറിയാലോ, ജോങ്ക കണ്ടു കാണും. ഐ വിൽ ഷോ യു. 1 ജോങ്ക മൗണ്ടഡ് M40 റീകോയിലസ് റൈഫിൾ എന്ന് പറഞ്ഞാൽ അത് ഒരു RCL ആണ്, റോക്കറ്റ് ലോഞ്ചറാണ് ബേസിക്കലി. M40 അത് ജോങ്കയുടെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഏറ്റവും ക്രിട്ടിക്കലായ ഡിഫൻസ് അതായിരുന്നു. അവരുടെ ഒരുപാട് ടാങ്കുകളെ നമ്മൾ മറിച്ചിട്ടത് ഇതിൽ നിന്ന് ഈ RCL കൊണ്ടാണ്. അതൊക്കെ വളരെ ആ ഹിസ്റ്ററിയിൽ നമ്മുടെ ആ ഒരു മികവിനെ, ഡിഫെൻസീവ് മികവിനെ കാണിക്കുന്ന ഒരു കാര്യങ്ങളാണതൊക്കെ. ചാന്ദ്പുരി, അതായത് മേജർ ചാന്ദ്പുരി ഓൾസോ ഹാഡ് അണ്ടർ ഹിസ് കമാൻഡ് എ 4-man ടീം ഓഫ് ദി BSF ഡിവിഷൻ. അതിലാണ് ഞാൻ പറഞ്ഞത് 5 ക്യാമൽസിനെ നമ്മൾക്ക് ഫസ്റ്റ് നൈറ്റ് തന്നെ നഷ്ടപ്പെട്ടു. ഫസ്റ്റ് ബ്രസ്റ്റ് ഓഫ് ഫയറിൽ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കാരണം ദേ വർ നോട്ട് ദാറ്റ് മച്ച് പ്രിപ്പയർഡ് ഐ തിങ്ക്. പക്ഷെ അവിടെ ഒന്നുമില്ല, ഓപ്പൺ അല്ലേ ഗ്രൗണ്ട്. ആദ്യം ആര് അറ്റാക്ക് ചെയ്യുന്ന അവർക്കാണത്. പിന്നെ നമ്മളവിടെ ബങ്കേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്തിരുന്നത്. സോ അങ്ങനെയുള്ളൊരു ഡ്യൂറിങ് ദി നൈറ്റ് ഓഫ് ദി 4th December, ധരംവീർ എന്നൊരു ഓഫീസർ ഉണ്ടായിരുന്നു അവിടെ, ക്യാപ്റ്റൻ. വൈൽ ഓൺ പെട്രോൾ ഡിറ്റക്റ്റഡ് നോയ്സസ് അക്രോസ് ദി ബോർഡർ ദാറ്റ് സജസ്റ്റഡ് എ ലാർജ് നമ്പർ ഓഫ് ആംഡ് വെഹിക്കിൾസ് അപ്രോച്ചിങ്. അയാളിങ്ങനെ പെട്രോളിങ് നടത്തിക്കൊണ്ടിരുമ്പോഴേക്ക് മനസ്സിലായി ഇങ്ങനെ ഇത്രയും ആളുകൾ വരുന്നുണ്ട്. ദർ വർ സൂൺ കൺഫേംഡ് ബൈ ദി റിപ്പോർട്ട്സ് ഫ്രം ദി ആർമീസ് എയർ ഒബ്സർവേഷൻ പോയിൻറ്റ്സ്. ആർമിയുടെ പല സ്ഥലത്തുള്ള എയർ ഒബ്സർവേഷൻ പോയിൻറ്റ് നമ്മൾ ഫുള്ളി അലർട്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണത്. പെട്ടെന്ന് അവർ വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. സോ അങ്ങനെയുള്ളൊരു വല്ലാത്ത ഒരു പോയിൻ്റ് ഓഫ് ടൈമാണത്. ഓക്കെ. ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ട വീഡിയോ ആകും. അപ്പോൾ ഇത് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് ടുമാറോ. ഓക്കെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, please like it if you really like it, and subscribe if there is anybody is yet to subscribe. Thank you very much. Bye bye.